നിന്റെ വിസിബിൾ റലത്തെക്കാട്ടിലും ആക്റ്റീവായി നിൽക്കുന്നത് ഇൻവിസിബിൾ റലമാണ്. അതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നത് ദൃശ്യമായതല്ല ഈ ലോകത്തിന് കാരണം എന്ന് പെരുമാറ്. അപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും കാരണം ദൃശ്യമായതല്ല, അദൃശ്യമായിരിക്കുന്ന ചിലതാണ്. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ദൂതനെ അയച്ച് നൽകപ്പെട്ട 2 വിടുതലുകളെ കുറിച്ചാണ് പത്രോസ് വാസ്തവമായി അറിയുന്നത്. അതിലെ 2ാമത്തെ വിടുതലിലേക്കാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇന്നത്തെ എൻ്റെ വചന ശുശ്രൂഷയുടെ ടോപ്പിക്ക് ഞാൻ നൽകുന്നു, ചില പ്രതീക്ഷകളിൽ നിന്ന് നീ വിടുവിക്കപ്പെടും. ചിലരുടെ പ്രതീക്ഷകളിൽ നിന്ന് നീ വിടുവിക്കപ്പെടും. നിനക്കെതിരെ, നിൻ്റെ കുടുംബത്തിനെതിരെ ചില പ്രതീക്ഷകളുണ്ട് ചിലർക്ക്. പക്ഷേ നിനക്ക് മനുഷ്യരുടെ പ്രതീക്ഷകളിൽ നിന്ന് ഒരു വിടുതൽ, ഡെലിവറൻസ് ഫ്രം ദ എക്സ്പെക്റ്റേഷൻ. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, ചിലർക്ക് എന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്, പക്ഷേ ആ പ്രതീക്ഷകളെ പൊട്ടിച്ച് ഞാൻ പുറത്തു വരും. ഇന്ന് പകൽക്കാലം ഈ വചനം നിനക്കെതിരായ ചില പ്രതീക്ഷയുടെ ചങ്ങലകളെ പൊട്ടിക്കുകയാണ്. നിന്നെക്കുറിച്ച് ചിലർ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്, നിന്റെ ഭാവിയെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്, നിന്റെ ഡെസ്റ്റിനിയെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്, ആമേൻ, ഇന്ന് പകൽക്കാല ചില പഴഞ്ചൊല്ലുകളെ നിന്റെ മേലിട്ട് യഥാമാതാ തഥാ പുത്രി, പൂർവിക തലമുറകളിൽ നിന്റെ കാലഘട്ടങ്ങൾക്ക് മുൻപേ നിന്റെ കുടുംബത്തിൽ സംഭവിച്ചത് നിന്റെ കാലത്ത് റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് യഥാമാതാ തഥാ പുത്രി എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മേൽ ചിലതൊക്കെ സംഭവിക്കുമെന്ന് മനുഷ്യൻ മനസ്സിൽ കരുതിയിരിക്കുന്ന അവൻ്റെ പ്രതീക്ഷകളുടെ വലകളെ പൊട്ടിച്ച് അവൻ്റെ പ്രതീക്ഷകളുടെ കയറുകളെ അറുത്തു കളഞ്ഞ് സഭ പുറത്തു വരുന്ന, ജനം പുറത്തു വരുന്ന പകലായിരിക്കും ഇത്. പ്രതീക്ഷകളിൽ നിന്ന് വിടുവിക്കപ്പെടും. ഇന്ന് പകലാധരം തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, ചില പ്രതീക്ഷകളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടും. ഉണർവോടുകൂടെ ഇരുന്ന് ദൈവവചനം കേൾക്കും. ഇന്ന് പകൽ ഞാൻ ഉണർവോടെ ദൈവവചനം കേൾക്കും, സന്തോഷത്തോടെ ദൈവവചനം കേൾക്കും, വിശ്വാസത്തോടെ ദൈവവചനം കേൾക്കും. ഒരു വാക്കുപോലും ഞാൻ വിട്ടുകളയത്തില്ല. ഇന്നത്തെ ശുശ്രൂഷയ്ക്കകത്ത് എനിക്കൊരു വിടുതലുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയ്ക്കകത്ത് എനിക്കൊരു ദൂതുണ്ട്. ആകയാൽ ഞാൻ അലസമായിട്ടല്ല, പൂർണ്ണ ഗൗരവത്തോടെ, ആഗ്രഹത്തോടെ, ആർത്തിയോടെ ഞാൻ ഇന്ന് ദൈവവചനം കേൾക്കോ. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ഒരു ആമേൻ. ഇന്ന് പകൽ നീ ചില പ്രതീക്ഷകളിൽ നിന്ന്, ചിലരുടെ പ്രതീക്ഷകളിൽ നിന്ന് വിടുവിക്കോ. പത്രോസിനെതിരെ നീണ്ടു നിൽക്കുന്ന ഒരു കരമുണ്ട്, അതൊരു രാജത്വത്തിൻ്റെ കരമാണ്. പക്ഷേ പൗലോസിനെതിരെ ഒരു പ്രതീക്ഷയുണ്ട്, അതൊരു ജാതിയുടെ പ്രതീക്ഷയാണ്. ഒരു രാജാവിൻ്റെ കരവും ഒരു ജാതിയുടെ പ്രതീക്ഷയോ. ഇന്ന് പകൽക്കാല ഞാൻ ആവർത്തിക്കുന്നു, ഒരു രാജാവിൻ്റെ കരവും ഒരു ജാതിയുടെ പ്രതീക്ഷയോ. എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴും വാഗ്ദത്തത്തെ ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്, വാഗ്ദത്തത്തെ പെർസ്യൂ ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഒരു രാജാവും ഒരു ജാതിയും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് കനാനെ അവകാശമാക്കുവാൻ പോകുന്ന ഇസ്രായേലിനെ നോക്കിയിട്ട് 7 ജാതികളും 31 രാജാക്കന്മാര്. നീ രാജാക്കന്മാരെ ജയിച്ചാൽ, നീ ജാതികളെ ജയിച്ചാൽ വാഗ്ദത്തത്തെ കൈവശമാക്കുക. ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നൊരു വിടുതൽ, ജാതികളുടെ പ്രതീക്ഷയിൽ നിന്ന് വിടുതൽ. ഇവിടെ പത്രോസിനെതിരെ ഒരു മനുഷ്യനല്ല ചിലത് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു മനുഷ്യനല്ല ചിലത് പ്രഡിക്റ്റ് ചെയ്യുന്നത്, ഒരു ഫാമിലി അല്ല, യഹൂദ ജനത്തിൻ്റെ സകല യഹൂദ ജനമോ, ഒരു രാഷ്ട്രം, ഒരു ജാതി മുഴുവനോ, ഒരു സമൂഹം മുഴുവനോ പത്രോസിൻ്റെ നേരെ ചില എക്സ്പെക്റ്റേഷനുകൾ ഇടുകയാണ്. പക്ഷേ അന്ന് രാത്രി കർത്താവ് തൻ്റെ ദൂതനെ അയച്ചപ്പോൾ, പത്രോസ് കിടന്ന അറയിൽ ഒരു ദൂതൻ വന്നപ്പോൾ, പത്രോസിനെ ഒരു ദൂതൻ തട്ടിയപ്പോൾ, പത്രോസ് കിടന്ന ഇടത്തൊരു പ്രകാശം വന്നപ്പോൾ, ഒറ്റ ദൂതൻ്റെ മുൻപാകെ സകല മനുഷ്യരുടെയും പ്രതീക്ഷകൾ അത് പാളിപ്പോയെങ്കിൽ ഇന്ന് പകൽ ഇതിന് ഈ ആലയത്തിനകത്ത് ഇറങ്ങുന്ന ഒരു ദൂത സാന്നിധ്യ, ഈ ആലയത്തിനകത്ത് ഇറങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യ, ഈ ആലയത്തിനകത്ത് ഇറങ്ങുന്ന പരിശുദ്ധാത്മ സാന്നിധ്യ ചിലരുടെ പ്രഡിക്ഷനുകളെ, ചിലരുടെ എക്സ്പെക്ടേഷനുകളെ പൊളിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ.
Larthemeni katol mahasatani. Pramash melteni makator teni. Alba kater tenia. എൻ്റെ സഹോദരങ്ങളെ, ഒരു വിസിബിൾ ഡെലിവറൻസിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. കാണത്തക്കവണ്ണം ദൃശ്യമായ ഒരു വിടുതൽ. കാരാഗ്രഹത്തിൽ നിന്ന്, ചങ്ങലകൾക്കകത്തു നിന്ന് ആമേൻ പത്രോസ് പുറത്തു വന്നു. പക്ഷേ വിസിബിളി ഒരു കാരാഗ്രഹത്തിനകത്തു നിന്ന് പത്രോസ് പുറത്തു വരുന്നുവെന്ന് പറയുമ്പോൾ ആമേൻ ഇൻവിസിബിളി ചില മനുഷ്യരുടെ പ്രഡിക്ഷനുകളിൽ നിന്നായിരുന്നു പത്രോസ് പുറത്തു വന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിന്റെ വിസിബിൾ റലത്തെക്കാട്ടിലും ആക്റ്റീവായി നിൽക്കുന്നത് ഇൻവിസിബിൾ റലമാണ്. അതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ദൃശ്യമായതല്ല ഈ ലോകത്തിന് കാരണം എന്ന് പെരുമാറ്. അപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും കാരണം ദൃശ്യമായതല്ല, അദൃശ്യമായിരിക്കുന്ന ചിലതാണ്. പത്രോസിനെ കെട്ടിയ കാരാഗ്രഹം കാണാം, പത്രോസിന്റെ മേൽ കിടക്കുന്ന ചങ്ങല കാണാം, പത്രോസിന് കാവൽ നിൽക്കുന്ന പടയാളികളെ കാണാം. പക്ഷേ പത്രോസ് തിരിച്ചറിയുന്ന വിടുതൽ, പത്രോസ് വിളിച്ചു പറയുന്നത് കാരാഗ്രഹത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടുവെന്നല്ല, മനുഷ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടുവെന്നല്ല, ചങ്ങല അഴിഞ്ഞെന്നല്ല, പറയുകയാണ് ഡെലിവറൻസ് ഫ്രം ദ പ്രഡിക്ഷൻസ്, ഡെലിവറൻസ് ഫ്രം ദ എക്സ്പെക്ടേഷൻസ്. ഇന്ന് പകൽക്കാലം ഈ ആരാധന നിനക്കെതിരെയുള്ള ചില പ്രഡിക്ഷനുകളെ ക്യാൻസൽ ചെയ്യുകയാണ്, നിനക്കെതിരെയുള്ള ചില എക്സ്പെക്ടേഷനുകളെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ, സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ ആരാധിച്ചാട്ടെ, സ്തോത്രം പറഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ചാട്ടെ. ആമേൻ. ഇന്ന് പകൽ ഞാൻ അതിനകത്ത് ചില ഭാഗങ്ങളെ പറഞ്ഞ് പ്രധാന ഭാഗത്തിലേക്ക് കയറുകയാണ്. പത്രോസ് തലേരാത്രി കിടന്നത് ഒരു കാരാഗ്രഹത്തിലാണ്, ഒരു ബിൽഡിങ്ങിനകത്താണ്. പക്ഷേ ആ ബിൽഡിങ്ങിനകത്തു നിന്ന് പത്രോസ് പുറത്തു വന്നപ്പോൾ, ഒരു ബിൽഡിങ്ങിനകത്തു നിന്ന് പത്രോസ് പുറത്തു വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാനൊരു ബിൽഡിങ്ങിനകത്തു നിന്നല്ല പുറത്തു വന്നത്, ഞാനൊരു ബിൽഡിങ്ങിനകത്തു നിന്നല്ല പുറത്തു വന്നത്, ഞാൻ ചില പ്രഡിക്ഷനുകളിൽ നിന്ന്, ചില എക്സ്പെക്ടേഷനുകളിൽ നിന്നാണ് പുറത്തു വന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ചില വീടുകൾക്കകത്തു നിന്നെ ബന്ധിച്ച്, ചില ബിൽഡിങ്ങുകൾക്കകത്തു നിന്നെ ബന്ധിച്ച്, ചില ടെറിട്ടറികൾക്കകത്ത് നിന്നെ ബന്ധിച്ച്, ഹോ റാസ് മെഹനിയ ലോർത്തേനി ആൽകസിയ റേഖതാരിയ, you shall come out of that building, you shall come out of that territory and his expectation shall be cut off. നിനക്കെതിരായ ചില പ്രഡിക്ഷനുകൾ, യെസ് 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 യെസ്, പത്രോസിനെതിരായ പ്രഡിക്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ പത്രോസിനെ ആ പ്രിസൺ ബിൽഡിങ്ങിനകത്തു നിന്ന്, ആ ജയിൽ ബിൽഡിങ്ങിനകത്തു നിന്ന് പുറത്തു കൊണ്ടുവരണമായിരുന്നു. ഇന്ന് പകൽക്കാലം നിന്നെ ചില ബിൽഡിങ്ങുകൾക്കകത്തു നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം, ജനസിസ് ചാപ്റ്റർ 40 and verses 14, ഉൽപ്പത്തി 40:14, ആമേൻ, അവിടെ യോസേഫ് പറയുന്ന ഒരു വാക്കിനെ നമുക്ക് കാണുവാൻ കഴിയാം. യോസേഫ് പറയുന്നത് കാരാഗ്രഹം എന്നല്ല പറയുന്നത്. 40-ാം അധ്യായം 40 verses 14, അവിടെ പറയുന്നത് ഈ വീട്ടിൽ എന്നെ കൊണ്ടുവരേണ്ടതിന്. 40:14 പറയുകയാണ്, ഈ വീട്ടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കണ്ടോ, ഈ വീട്ടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഇന്ന് പകൽക്കാലം ഞാൻ ചിലരുടെ മേൽ പേഴ്സണലി ആ ദൂത് അപ്ലൈ ചെയ്യുകയാണ്. ചില വീട്ടിനകത്ത് നിന്ന് നീ പുറത്തു വരോ, ഒരു വീട്ടിൽ നിന്ന് വിടുവിക്കപ്പെടോ. ഒരു വീട്ടിൽ നിന്ന് വിടുവിക്കപ്പെടുമ്പോൾ യോസഫിനെ കുറിച്ചുള്ള ചില എക്സ്പെക്ടേഷനുകൾ തകരുകയായിരുന്നു. ചില വീട്ടിനകത്ത് നിന്നെ കെട്ടിയിടുമ്പോൾ ഇന്ന് പകൽക്കാലം ചില വീട്ടിനകത്തു നിന്നെ പൂട്ടിയിട്ട്, ചില അതിരുകൾക്കകത്ത് നിന്നെ പൂട്ടിയിട്ട്, നിന്റെ മേളിൽ ചില പ്രഡിക്ഷനുകൾ നടക്കുമെന്ന് ശത്രു പറയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. യോസേഫ് പ്രാർത്ഥിക്കുകയാണ്, ഈ വീട്ടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഇന്ന് ഈ ആരാധന നിന്നെ തളച്ചിട്ട ഒരു വീട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നതാണ്. അഭിഷക്തനെ, നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരോ. വീട്ടിൽ നിന്ന് വിടുവിക്കണമേ, വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. ഇത് നിന്റെ മേളിൽ ഒരു പ്രാർത്ഥനാ വാചകമായി പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി തുടങ്ങി നിന്റെ വീട്ടിനകത്തിരുന്ന് ഉൽപ്പത്തി 40:14 നീ പ്രാർത്ഥിക്ക, ഈ വീട്ടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, ഈ വീട്ടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവിക അധികാരത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം നിന്റെ മേൽ ഇന്ന് പകൽക്കാലം ടച്ച് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ദൂതൻ നിന്നെ തൊടുകയാണ്. നീ വീട്ടിൽ നിന്ന് പുറത്തു വരും. യെസ് യെസ്
കുടുംബ വീടാകട്ടെ, അപ്പന്റെ വീടാകട്ടെ, അമ്മയുടെ വീടാകട്ടെ, ഓഹരി കിട്ടിയ വീടാകട്ടെ, പണിത വീടാകട്ടെ, നിന്നെ തളച്ചിട്ട ചില വീട്ടിനകത്തു നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. വീട്ടിൽ നിന്ന് വിടുവിക്കും, വീട്ടിൽ നിന്ന് വിടുവിക്കും, വീട്ടിൽ നിന്ന് വിടുവിക്കും. വീട്ടിൽ നിന്നുള്ള വിടുതലിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഉൽപ്പത്തി 40:14 പറയുകയാണ്, വീട്ടിനകത്ത് ഞാൻ ആയിപ്പോയി, ഈ വീട്ടിൽ നിന്ന് പുറത്തു വരണോ. എന്നാൽ യെരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരമ്യാവിൻ്റെ പുസ്തകം 37-ാം അധ്യായം 20-ാം വാക്യത്തിൽ, ജെറമ്യ ചാപ്റ്റർ 37:20, അതിനകത്ത് യെരമ്യാവ് സിദക്കിയ രാജാവിനോട് പറയുന്ന ഒരു വാക്കിതാണ്. ആമേൻ. യജമാനനായ രാജാവെ കേൾക്കണം, എൻ്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണം. ഞാൻ രായസക്കാരനായ യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുത്. ഇന്ന് പകൽക്കാലം നിന്നെ കുറിച്ച് ചിലർക്കൊരു പ്രഡിക്ഷൻ ഉണ്ട്. ആ വീട്ടിൽ കിടന്ന് നീ മരിക്കുമെന്ന്, ആ വീട്ടിൽ കിടന്ന് നീ നരകിക്കുമെന്ന്, ആ വീട്ടിൽ കിടന്ന് നീ മുടിയുമെന്ന്. ഇന്ന് പകൽക്കാലം അഭിഷേകം നിന്റെ മേൽ തീ പോലെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു വരും. ഈ ആരാധന ചിലരെ വീടുമ്പോ ഗാർഹിക ബന്ധനങ്ങൾ അഴിയട്ടെ, ഗാർഹിക ബന്ധനങ്ങൾ അഴിയട്ടെ. Oh, surely Mahasia, I command in the kingdom authority all the domestic bondages, all the domestic bondages, le shara Mahasia, break agate, break agate. യേശുവിന്റെ നാമത്തിൽ ഡൊമസ്റ്റിക് ബോണ്ടേജസ് അഴിയട്ടെ, ടെറിട്ടോറിയൽ ബോണ്ടേജസ് അഴിയട്ടെ, ഡൊമസ്റ്റിക് ബോണ്ടേജസ്, ഗാർഹിക ബന്ധനങ്ങൾ, തദ്ദേശീയ ബന്ധനങ്ങൾ പുറത്തുവാ, വീട്ടിൽ നിന്ന് പുറത്തുവാ. യെരമ്യാവ് പറഞ്ഞു, ഞാൻ ഇനി ആ വീട്ടിൽ പോകത്തില്ല. അതിന് യെരമ്യാവ് എന്തിയാ ചെയ്യുന്നത്? യജമാനന്റെ അടുക്കൽ പറയുകയാണ്, എന്നെ ഇനി ആ വീട്ടിൽ അയക്കല്ലേ. കുഞ്ഞെ, നീ ഒത്തിരി ബന്ധപ്പെട്ട അതിൽ നിന്ന് പുറത്തിയാടിയത്. ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, തിരിച്ച് നിന്നെ അതിലേക്ക് കൊണ്ടുപോകാൻ, തിരിച്ച് നിന്നെ അതിലേക്ക് കൊണ്ടുപോകാൻ ശത്രു സകല പദ്ധതിയും പയറ്റുമ്പോൾ ഇന്ന് പകൽ പറ, ഞാൻ തിരിച്ചതിലേക്ക് കയറാൻ ദൈവം ഇടവരുത്തത്തില്ല, തിരിച്ചതിലേക്ക് കയറാൻ ദൈവം ഇടവരുത്തത്തില്ല. ഈ വീട്ടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. യോസേഫ് പ്രാർത്ഥിക്കുക, ഈ വീട്ടിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. തൻ്റെ മേളിൽ കിടക്കുന്ന ചില പ്രഡിക്ഷൻസ് ക്യാൻസൽ ആകണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് അവൻ പുറത്തു വരണമായിരുന്നു. യെരമ്യാവ് പറയുകയാണ്, എൻ്റെ മേളിൽ കിടക്കുന്ന ചില പ്രഡിക്ഷനുകൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഇനി ആ വീട്ടിൽ കയറാതിരിക്കണം. ഇന്ന് പകൽക്കാലം നിന്റെ മേളിൽ ഒരു വീട്ടിൽ നിന്നുള്ള വിടുതലിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. അപ്പോ പത്രോസ് ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു വന്നു. ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു വന്നൊരു തെരുവും കടന്നു. ആമേൻ. അപ്പോൾ പത്രോസ് പറയുകയാണ്, ആമേൻ, അവരുടെ പ്രഡിക്ഷനുകൾ ക്യാൻസലായി, അവരുടെ എക്സ്പെക്ടേഷനുകൾ ക്യാൻസലായി. കണ്ടോ, നീ ഒരു വീട്ടിൽ നിന്ന് പുറത്ത് ചാടിയാൽ, നീ ഒരു ടെറിട്ടറിയിൽ നിന്ന് പുറത്ത് ചാടിയാൽ, നീ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്ത് ചാടിയാൽ, നീ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്ത് ചാടിയാൽ, നീ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് ചാടിയാൽ, നീ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്ത് ചാടിയാൽ, അവന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പിന്നെ നിന്റെ മേളിൽ സംഭവിക്കത്തില്ല, നിന്റെ മേളിൽ സംഭവിക്കത്തില്ല. ചില ബിൽഡിങ്ങുകളിൽ നിന്ന്, ചില ഓഫീസുകളിൽ നിന്ന്, ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന്, ചില സ്ഥാപനങ്ങളിൽ നിന്ന്, ചില ടെറിട്ടറികളിൽ നിന്ന് സ്വർഗം ഇന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, ജീസസ്. പത്രോസ് പറയുകയാണ്, ഇതാ എൻ്റെ മേലുള്ള ശത്രുവിൻ്റെ പ്രതീക്ഷകളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടു. എപ്പോഴാണ് പത്രോസ് ഇത് പറയുന്നതെന്നറിയാമോ? 1-ാം കാവലും 2-ാം കാവലും കടന്ന് താൻ വെളിയിൽ വരുമ്പോൾ ഇരുമ്പ് വാതിൽ തൻ്റെ മുൻപാകെ സ്വതവേ തുറന്നു. ആമേൻ. ചില വാതിലുകൾ തുറന്നപ്പോൾ, ചില ഇരുമ്പ് വാതിലുകൾ, പട്ടണവാതിലുകൾ തുറന്നപ്പോൾ, പത്രോസ് പറയുകയാണ്, ആമേൻ, ഡെലിവറൻസ് ഫ്രം പ്രഡിക്ഷൻസ്, ഡെലിവറൻസ് ഫ്രം എക്സ്പെക്ടേഷൻസ്. ഞാൻ പറയട്ടെ, നിനക്കുമെതിരായുള്ള ചില പ്രഡിക്ഷനുകൾ ക്യാൻസലാകാൻ, നിനക്കെതിരെയുള്ള ചില എക്സ്പെക്ടേഷനുകൾ ക്യാൻസലാകുവാൻ
ദൈവം നിനക്ക് വേണ്ടി ഇന്നൊരു വാതിൽ തുറക്കും. A door shall be opened for you and his expectation shall be failed. അവന്റെ predictions collapse ആകും. അവരെ ഇവരെ നോക്കിയിരിക്കുന്നെങ്കിൽ നോക്കിയിരുന്നോ, സ്വർഗത്തിലെ ദൈവത്തിലേക്ക് കണ്ണുയർത്തി കൃപ പ്രാപിക്കുന്നെങ്കിൽ കൃപ പ്രാപിച്ചോ. ഇന്ന് പകൽക്കാല പത്രോസിന്റെ മുമ്പിൽ ഒരു വഴി തുറന്നപ്പോൾ, പത്രോസിന്റെ മുമ്പിൽ ഒരു ഡോർ ഓപ്പൺ ആയപ്പോൾ പത്രോസ് പറയുകയാണ്, ഇതാ അവരുടെ പ്രതീക്ഷകളിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നാൽ പിന്നെ അവരുടെ പ്രതീക്ഷ പോലൊന്നും നടക്കത്തില്ലെന്നേ. ചിലരുടെ പ്രതീക്ഷകളെ പൊളിക്കാൻ, ചിലരുടെ പ്രഡിക്ഷനുകളെ പൊളിക്കുവാൻ ദൈവം നിനക്കൊരു വാതിൽ തുറക്കുകയാണ്. അതൊരു പക്ഷെ ഒരു ഉപജീവനത്തിന്റെ വാതിലായിരിക്കാം, അതൊരു പക്ഷെ ഒരു ബന്ധത്തിന്റെ വാതിലായിരിക്കാം, ഒരു പക്ഷെ അതൊരു രാജ്യത്തിന്റെ വാതിലായിരിക്കാം. യെസ്, എവിടെ വേണമെങ്കിലും നീ അത് ഓപ്പൺ ചെയ്തോ, എവിടെ വേണമെങ്കിലും നീ കയറി നിന്നോ. ഇന്ന് പകൽ വാതിലുകൾ ഓപ്പൺ ആവുകയാണ്. To deliver you from the predictions, to deliver you from the expectations. La Celia Raushbara Prabarthani, you are going to be delivered from the human expectations and demonic predictions. The door is opening before you. ഇന്ന് പകൽ ഒരു വാതിൽ നിന്റെ മുൻപാകെ തുറന്നു വരുന്നു. കുഞ്ഞെ, നിന്റെ മുമ്പിൽ ദൈവം ഒരു വാതിൽ തുറക്കുകയാണ്. A supernatural door. ഇന്ന് പകൽ സ്വർഗം അത് തുറക്കുകയാണ്. ഇതാ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നത്, ദൂതൻ ചിലരെ തട്ടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ദൂതൻ ചിലരെ തട്ടുന്നു, ദൂതൻ ചിലരെ തട്ടുന്നു, ദൂതൻ ചിലരെ തട്ടുന്നു, ദൂതൻ ചിലരെ തട്ടുന്നു. യെസ്, യെസ്, ദൂതൻ തട്ടുന്നു. പ്രഡിക്ഷനുകൾ ക്യാൻസൽ ആകുന്നു. ദൂതൻ തട്ടുന്നു. എക്സ്പെക്ടേഷനുകൾ ക്യാൻസൽ ആകുന്നു. The door is being opened before you. വാതിൽ തുറന്നു വരുന്നു, വാതിൽ തുറന്നു വരുന്നു. രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു വരുന്നു. ഭൂഖണ്ഡങ്ങളുടെ വാതിൽ തുറന്നു വരുന്നു. ശുശ്രൂഷയുടെ വാതിലുകൾ തുറന്നു വരുന്നു. യെസ്, യെസ്, ഉപജീവനത്തിന്റെ വാതിലുകൾ തുറന്നു വരുന്നു. തുറന്നു വാ. ഒരു എഫാത്ത സീസൺ, ഒരു എഫാത്ത അനോയിന്റിംഗ്, ഒരു എഫാത്ത അതോറിറ്റി. ഹോലി, ഹോലി, ഹോലി. പത്രോസിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നപ്പോൾ, പത്രോസിന്റെ മുൻപാകെ ഇരുമ്പ് വാതിൽ മലക്ക തുറന്നപ്പോൾ, ആമേൻ, all the expectations, all the predictions collapsed before him. Hey, Rasele Hartania, hey la Bakatartania, hey la Sataradia, ഇതിനോടകം ആത്മാവ് നിന്നെ ദൈവ സാന്നിധ്യത്തിന്റെ അടുത്ത തലത്തിലേക്ക് കരം പിടിച്ചിരിക്കുന്നു. നീ ശരീരം കൊണ്ട് ഇന്ന് രഹബോത്തിലാണ് ഇരിക്കുന്നത്, പക്ഷെ നീ ആത്മാവ് കൊണ്ട് നിന്റെ ഇടം വിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നിന്റെ മുൻപാകെ പൗലോസിന് വേണ്ടി തുറന്നതുപോലെ a great and effectual door, a wide open door. Yes, yes. Rala Mahasiya ഇതൊരു തുറവിയുടെ പകലാണ്. This is the day of opening. Las Marthenia, and the expectations shall be failed. Rambasi Kolakatia Mahasata. Oh, not a mere visible deliverance, but mighty deliverance in the invisible kingdom, in the invisible realm. While you are getting shifted from a building, an institute, an office, some expectations, some predictions are being cancelled. The door is being opened before you. Wide open doors. And the open doors cancelling the predictions and the expectations that was contrary against you. Jesus. അടുത്തത്, പത്രോസ് 4 പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങുകയായിരുന്നു. പത്രോസിന്റെ ഇടത്തിപ്പോൾ റോമൻ പടയാളികൾ, പത്രോസിന്റെ വലത്തിപ്പോൾ റോമൻ പടയാളികൾ. പത്രോസിന്റെ ഫെലോഷിപ്പ് മുഴുവൻ ആരായിരുന്നെന്നറിയാമോ? റോമൻ പടയാളികൾ. പക്ഷേ
ദൂതൻ വന്ന് പടയാളികളുടെ നടുവിൽ നിന്ന് പത്രോസിനെ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് പോയി. ചിലപ്പോൾ ദൈവം ഒരു ഗ്രൂപ്പിനകത്തുനിന്ന് ഒരുത്തനെ മാത്രം പിടിക്കും. യോശുവയെ, നിന്റെ ചുറ്റുമിരിക്കുന്ന അത്ഭുത ലക്ഷണമുള്ള പുരുഷന്മാരുണ്ടല്ലോ, പക്ഷെ ഞാൻ പിടിച്ചത് നിന്നെ മാത്രമാ. അന്ത്യോക്യയിലെ സഭയിൽ ശ്രേഷ്ഠന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷെ ദൈവം വിളിച്ചത് ബർന്നബാസിനെയും പൗലോസിനെയും മാത്രമാ. ഏലിയാബും അമ്മയും അബീനാദാബും ഒക്കെയുള്ള ഇശായിയുടെ വീട്ടിൽ നിന്ന് ദൈവം പിടിച്ചത് ദാവീദ് എന്നുള്ള ഒരു കൊച്ചു പയ്യനെ മാത്രമാ. ദൈവം ഇങ്ങനെ കൂട്ടമായി പിടിക്കാൻ വരികയല്ല. സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന യേഹുവിനെ ഒറ്റയ്ക്ക് പിടിച്ച് അകത്ത മുറിയിൽ കൊണ്ടിരുത്തി. ആമേൻ. ഇന്ന് പകൽക്കാല ചില ഫെലോഷിപ്പുകളിൽ നിന്ന്, ചില ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്ന്, ചില റിലേഷനുകളിൽ നിന്ന് സ്വർഗം നിന്നെ ബ്രേക്ക് ചെയ്യുകയാണ്. ആമേൻ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചില എക്സ്പെക്ടേഷനുകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ആലയത്തിൽ നിന്ന് ചില റിലേഷനുകളെ തകർത്തു കളയുന്നു. ചില ഫ്രണ്ട്ഷിപ്പുകളെ, ചില ഫെലോഷിപ്പുകളെ, ചില റിലേഷനുകളെ I break it in Jesus' name. പൊളിഞ്ഞു പോകട്ടെ, പൊളിഞ്ഞു പോകട്ടെ, പൊളിഞ്ഞു പോകട്ടെ, പൊളിഞ്ഞു പോകട്ടെ. അത് അമ്മ പെറ്റ സഹോദരങ്ങളാകട്ടെ, അത് നാത്തൂമാരാകട്ടെ, അത് ഏത് കുടുംബക്കാരുമാകട്ടെ, ഏത് സുഹൃത്തുക്കളുമാകട്ടെ, ഏത് കൊലീഗ്സുമാകട്ടെ, ഇന്ന് പകൽ ചില ബന്ധങ്ങളെ ദൈവം പൊളിക്കുകയാണ്. ആമേ. ഇന്ന് പകൽ നിന്റെ ഫെലോഷിപ്പുകളെ ദൈവം പൊളിക്കുകയാണ്. എന്തിനു വേണ്ടി? ചില എക്സ്പെക്ടേഷനുകളെ കട്ട് ചെയ്യാൻ. ചില കൂട്ടായ്മകളിൽ നിന്ന്, ചില പള്ളി ആരാധനകളിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടി? നിന്നെ കുറിച്ചുള്ള ശത്രുവിന്റെ എക്സ്പെക്ടേഷൻസ് കട്ടാകാൻ. ഈ 2025 പരിശുദ്ധാത്മാവ് നിന്റെ ചില ബന്ധങ്ങളെ പൊളിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബ്രോക്കൺ റിലേഷൻസ്, ബ്രോക്കൺ റിലേഷൻസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ചില തകർന്ന ബന്ധങ്ങൾക്ക് സ്തോത്രം, ചില തകർന്ന ബന്ധങ്ങൾക്ക് സ്തോത്രം, ചിലർ ശത്രുവായതിന് സ്തോത്രം. ചിലരുടെ ഇടയിൽ നിന്ന് ദൈവം സെപ്പറേറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. ദൈവം പത്രോസിനെ ഒറ്റയ്ക്ക് വിളിച്ച് വെളിയിൽ കൊണ്ടുവന്നു. പത്രോസേ, നീ അവരുടെ കൂടെ കിടന്നാലേ, നീ അവരുടെ കൂടെ ഇരുന്നാലേ അവന്റെ എക്സ്പെക്ടേഷൻ നടക്കത്തുള്ളൂ. പക്ഷേ ഞാൻ നിന്നെ അവരുടെ ഇടയിൽ നിന്ന് പുറത്തെടുക്കുകയാ, ഞാൻ നിന്നെ അവരുടെ ഇടയിൽ നിന്ന് പുറത്തെടുക്കുകയാ. നിന്നെ ഫാമിലി റിലേഷൻസ്, സോഷ്യൽ റിലേഷൻസ്, സം ഫ്രണ്ട്ഷിപ്സ്, സം ഫെലോഷിപ്സ് ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഒളിഞ്ഞു പോ, പോ, പോ. പൊളിഞ്ഞു പോകട്ടെ, പൊളിഞ്ഞു പോകട്ടെ, പൊളിഞ്ഞു പോകട്ടെ, പൊളിഞ്ഞു പോകട്ടെ. നിന്റെ മേളിൽ ആ പ്രഡിക്ഷൻ സംഭവിക്കത്തില്ല, നിന്റെ മേളിൽ ആ എക്സ്പെക്ടേഷൻ നടക്കത്തില്ല. കാരണം ചില ബന്ധങ്ങളെ, ചില ബന്ധങ്ങളെ, ചില ബന്ധങ്ങളെ പൊളിക്കുന്നത് നിന്റെ മേലുള്ള ചിലരുടെ എക്സ്പെക്ടേഷനുകളെ ക്യാൻസൽ ചെയ്യാനാണ്. ഓ റാംസേലിയ പത്രോസേ, നീ ഇവരുടെ കൂടെ കിടന്നുറങ്ങിയാൽ അവന്റെ പ്രതീക്ഷ നിന്റെ മേളിൽ നടക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചില ദുഷ്ടശക്തികൾ നിന്റെ തലയിൽ കെട്ടിവെച്ച ചില ബന്ധങ്ങൾ, ചില ദുഷ്ട മനുഷ്യർ നിന്റെ കുടുംബത്തിൽ ഇടിച്ചു ചേർത്ത ചില ബന്ധങ്ങൾ, നിന്റെ കഷ്ടകാലത്തിൽ വന്നു കൂടിയ ചില ബന്ധങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റിലേഷൻ ബ്രേക്കിംഗ്, ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കിംഗ് യേശുവിന്റെ നാമത്തിൽ. ദൈവഹിതമല്ലാത്ത എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞു പോകട്ടെ. ദൈവ പദ്ധതിക്കകത്തില്ലാത്ത എല്ലാ കെട്ടുപാടുകളും അഴിഞ്ഞു പോകട്ടെ. അത് വല്യപ്പച്ചന്റെ ആയിരുന്നാലും, അത് വല്യമ്മച്ചയുടെ ആയിരുന്നാലും, അത് നാത്തൂന്റെ ആയിരുന്നാലും, അത് അമ്മ പെറ്റ സഹോദരങ്ങളുടെ ആയിരുന്നാലും, റോങ് പ്രഡിക്ഷൻസുമായി, റോങ് എക്സ്പെക്ടേഷൻസുമായി നിന്നെ കണക്ട് ചെയ്യുന്ന എല്ലാ റിലേഷനുകളും യേശുവിന്റെ നാമത്തിൽ
ജീസസ്. കോൺഫ്ലിക്റ്റ് എപ്പോഴും രഹസ്യ തലത്തിലാണ്. ജീസസ്. ജോസഫും സഹോദരന്മാരും തമ്മിലല്ല പ്രശ്നം. ജോസഫിന്റെ സ്വപ്നവും സഹോദരന്മാരുടെ എക്സ്പെക്ടേഷനും തമ്മിലാണ് പ്രശ്നം. ജോസഫിന്റെ സ്വപ്നവും സഹോദരന്മാരുടെ എക്സ്പെക്ടേഷനും തമ്മിലാണ് പ്രശ്നം. ജോസഫേ, നീ സ്വപ്നത്തെ ക്യാൻസൽ ചെയ്യ്, പ്രഡിക്ഷൻ ആക്റ്റീവ് ആകട്ടെ. ജോസഫ് പറഞ്ഞല്ലല്ല, പ്രഡിക്ഷൻ ക്യാൻസൽ ആകട്ടെ, സ്വപ്നം ആക്റ്റീവ് ആകട്ടെ. ഇന്ന് പകൽക്കാലം ജീസസ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ എക്സ്പെക്ടേഷൻ രണ്ട് തലത്തിലാണ്. ജോസഫിൻ്റെ സ്വപ്നത്തിനെതിരെ രണ്ട് എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജോസഫിൻ്റെ സ്വപ്നത്തിനെതിരെ രണ്ട് എക്സ്പെക്ടേഷൻസ്. ഒന്ന് തൻ്റെ സഹോദരങ്ങളുടെ എക്സ്പെക്ടേഷൻ ആയിരുന്നു. സഹോദരങ്ങൾ എന്താ പറഞ്ഞതെന്നറിയാമോ? ഇവനെ തകർക്കണം, ഇവനെ തകർക്കണം, ഇവനെ തകർക്കണം, ഇവനെ ഇല്ലാതാക്കണം. പക്ഷെ ആ എക്സ്പെക്ടേഷനിൽ നിന്ന് താൻ പുറത്തു വന്നത് ഒരു പൊട്ടക്കുഴിക്കകത്ത് കൂടെയാണ്. ജീസസ്. ആമേൻ. അടുത്തത് ജോസഫിനെതിരെ വേറൊരാളുടെ എക്സ്പെക്ടേഷനാണ്. ആരുടെയാണെന്നറിയാമോ? പൊത്തിഫറിന്റെ ഭാര്യയുടെ. പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് യോസഫിനെ തകർക്കണമെന്നാണോ ആഗ്രഹം? അല്ല, എനിക്ക് യോസഫിനെ കിട്ടണം, കിട്ടണം, കിട്ടണം. ചിലർ തകർക്കാൻ നിൽക്കുന്നു, ചിലർക്ക് കിട്ടണമെന്ന് പറയുന്നു. ആമേൻ. മാനുഷിക ബുദ്ധിയിൽ നോക്കിയാൽ സഹോദരന്മാരുടെ എക്സ്പെക്ടേഷൻ റോങ്ങും പൊത്തിഫറിന്റെ ഭാര്യയുടെ എക്സ്പെക്ടേഷൻ ഫേവറുമാണ്. പക്ഷേ സ്വർഗം യോസെഫിൻ്റെ അകത്തു പറഞ്ഞു, യോസെഫ്, ആമേൻ, നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ഫേവർ ആയിരിക്കട്ടെ, നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ അൺഫേവർ ആയിരിക്കട്ടെ, പക്ഷേ നീ സ്പിരിച്വലി അതിനെ ഡിസേൺ ചെയ്യുക. ആമേൻ. നിനക്കെതിരെയുള്ള ഒരു എൻമിറ്റിയുടെ അറ്റാക്ക് ആകട്ടെ, നിനക്കെതിരെയുള്ള ഒരു ലസ്റ്റിൻ്റെ അറ്റാക്ക് ആകട്ടെ, ആ രണ്ട് എക്സ്പെക്ടേഷനോ നിന്റെ വിഷനെതിരാണ്. Break it. ജീസസ്. ഞാൻ ഒന്നും കൂടെ കടത്തി പറയാം. സഹോദരന്മാർക്ക് യോസഫിൻ്റെ ഉടുപ്പിനോടായിരുന്നു കൊതി. പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് യോസഫിൻ്റെ ഫ്ലഷിനോടായിരുന്നു കൊതി. ചിലപ്പോൾ ഉടുപ്പ് എന്ന് പറയുന്നത് നിന്റെ റെപ്യൂട്ടേഷനാണ്, ഉടുപ്പെന്ന് പറയുന്നത് നിന്റെ സ്ഥാനമാണ്, ഉടുപ്പെന്ന് പറയുന്നത് നിന്റെ മാനമാണ്, ഉടുപ്പെന്ന് പറയുന്നത് നിന്റെ അലങ്കാരമാണ്, ഉടുപ്പെന്ന് പറയുന്നത് നിന്റെ പദവിയും നിന്റെ വെൽബീയിങ് ആണ്. ചിലർക്ക് നിന്റെ വെൽബീയിങ്ങിനോടായിരിക്കും, ചിലർക്ക് നിന്റെ സ്ഥാനത്തോടും മാനത്തോടുമായിരിക്കും ആമേൻ കണ്ണ്. പക്ഷേ പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവൻ്റെ ഉടുപ്പിനോടല്ല കണ്ണ്, പകരം അവൻ്റെ ഫ്ലഷിനോടാണ്. ഇന്ന് പകൽക്കാലം അമ്മേ, ഒരു ഫ്ലഷി ആകട്ടെ, ഒരു ഗാർമെന്റ് ആകട്ടെ, ഇന്ന് പകൽ ഏതിനകത്ത് നിനക്കെതിരെ ശത്രു എക്സ്പെക്ടേഷൻ ബോണ്ടേജസ് ഇടുന്നോ, ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ദൈവശക്തി തിരിച്ചറിയുന്ന ജനം come out of the expectations, come out of the expectations. ചില എക്സ്പെക്ടേഷനുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ ചില വേദനകൾ ഉണ്ടാകും. സഹോദരന്മാരുടെ എക്സ്പെക്ടേഷനുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഒരു പൊട്ടക്കുഴി ആവശ്യമായിരുന്നു. സ്തോത്രം. പൊത്തിഫറിന്റെ എക്സ്പെക്ടേഷനുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഒരു കാരാഗ്രഹം ആവശ്യമായിരുന്നു. ഒരു പൊട്ടക്കുഴിയാകട്ടെ, ഒരു കാരാഗ്രഹമാകട്ടെ, അതൊരു സീസണലാണ്. പക്ഷേ നിന്റെ മേൽ കിടക്കുന്ന എക്സ്പെക്ടേഷനുകൾ സംഭവിക്കത്തില്ല. ജീസസ്, ജീസസ്, ജീസസ്. ആമേൻ. എക്സ്പെക്ടേഷനുകളെ പവർഫുൾ ആക്കാൻ തക്കവണ്ണം മനുഷ്യൻ അന്ധകാര ശക്തികളെ കൂട്ടുപിടിക്കും. ഹാമാൻ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായി, മോർദെഖായിയെ ഇല്ലാതാക്കണം. ആ എക്സ്പെക്ടേഷൻ കുറച്ചും കൂടെ ബ്രോഡൻ ചെയ്തു. ഇപ്പോൾ പറയുകയാണ്, മോർദെഖായിയെ മാത്രം പോരാ, ആ കുലത്തെ മുഴുവനും ഇല്ലാതാക്കണം.
50 അടി ഉയർന്നു നിൽക്കുന്ന കഴുമരത്തിന്മേൽ 6 അടി നിൽക്കുന്ന മൊർദെഖായി ഇങ്ങനെ നിന്നാടണം. ശൂശൻ പട്ടണത്തിന്റെ നടുവിൽ ഉയർത്തി നിൽക്കുന്ന 50 അടി ഉയരമുള്ള കഴുമരത്തിൽ നിന്ന് മൊർദെഖായിയുടെ ശരീരം ആടുന്നതിങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് ഇരവിലും പകലിലും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഹാമാൻ, ആ കഴുമരത്തിന്റെ മുകളിൽ പറന്നു വന്നിരിക്കുന്ന കഴുകൻ കുഞ്ഞുങ്ങൾ, ആ കഴുകന്മാർ ചത്തുതീർന്ന മൊർദെഖായിയുടെ ശവത്തെ കൊത്തിപ്പറിക്കാൻ തക്കവണ്ണം ആ കഴുമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാഴ്ചകളെ സ്വപ്നം കാണുന്ന ഹാമാൻ. പക്ഷേ ഹാമാൻ അത് നിറവേറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ ചീട്ടിട്ട് ആ വർഷത്തിന്റെ 12 മാസങ്ങളെ ചീട്ടിട്ട് 12-ാം മാസത്തിലെ 13-ാം തീയതി രാശിചക്രങ്ങളോ കാർത്തികയും മകയിരവും നക്ഷത്രവും ജ്യോതിഷവും അനുകൂലമായിരിക്കുന്ന സമയത്തെ കുറിച്ചിട്ടിട്ട് പറഞ്ഞോ, our prediction shall be satisfied, we shall see the fulfillment of the expectation. ജ്യോതിഷത്തിന്റെയും ആസ്ട്രോളജിയുടെയും സഹായത്തിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ് സംഭവിക്കും. അത് ആദാർ മാസം 13-ാം തീയതി നടക്കുമെന്ന് ഹാമാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിൽ ഇപ്പുറത്ത് ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന എസ്തേറും മൊർദെഖായും ആത്മാവിൽ കൈകോർക്കുമ്പോൾ ഇന്ന് പകൽ നീ തിരിച്ചറിയണോ, ആ വിചാരകൻ എഴുതിയിട്ട എക്സ്പെക്ടേഷൻസ് അല്ല, ആ മന്ത്രവാദി ഒത്താശ പറഞ്ഞ എക്സ്പെക്ടേഷൻസ് അല്ല. ലമോർ ഷെലേ ലബോർ തിബിനി ലബോഷ് ബൽതേനിയ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, മൊർദെഖായിയുടെ മുമ്പാകെ ഹാമാന്യ എക്സ്പെക്ടേഷനുകൾ തകർന്നുവെങ്കിൽ എസ്തേറിന്റെ ഉപവാസത്തിന്റെ മുൻപാകെ ഹാമാന്യ പ്രഡിക്ഷനുകൾ തകർന്നുവെങ്കിൽ നിന്റെ ഉപവാസത്തിനകത്ത്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അവന്റെ എക്സ്പെക്ടേഷനുകൾ ബ്രേക്ക് ആകോ. വിശ്വസിക്കുന്നവർ ആത്മസാന്നിധ്യത്തിന്റെ ശക്തി. Thank you Jesus. Thank you Jesus. Thank you Jesus. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കർത്താവേ, എനിക്കെതിരെ യാക്കോബിനെതിരെ ലാബാൻ ഗൂഢാലോചന നടത്തിയപ്പോൾ ദൈവം തലേ രാത്രി പോയി പറഞ്ഞില്ലേ നീ അങ്ങനൊന്നും ചിന്തിക്കരുതെന്ന്? എനിക്കെതിരായിട്ട് എന്താ കർത്താവേ അങ്ങനൊന്നും പറയാത്തത്? ഞാൻ ഇന്ന് പറയട്ടെ, ചില എക്സ്പെക്ടേഷനുകളെ ദൈവം അനുവദിക്കും. നിനക്കെതിരായി പ്രഡിക്റ്റ് ചെയ്യാനും എക്സ്പെക്ട് ചെയ്യാനും ദൈവം അനുവദിക്കാം. നിനക്കെതിരായി മനസ്സിൽ ആലോചിക്കാനും കണക്ക് കൂട്ടാനും ദൈവം അനുവദിക്കുക. കാരണം ദൈവത്തിന് അതിനകത്തും ഒരു പദ്ധതിയുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, നിനക്കെതിരായ അവൻ്റെ കോൺസ്പിറസിക്കകത്ത്, നിനക്കെതിരായ അവൻ്റെ എക്സ്പെക്ടേഷൻ്റെ അകത്ത്, പ്രഡിക്ഷൻ്റെ അകത്ത് ദൈവത്തിനൊരു വഴിയും വാതിലുമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആ വാക്യത്തെ പറയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. നിങ്ങൾ മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള പീഹഹിരോത്തിന് അരികെ പാളയമിറങ്ങണം. നിങ്ങൾ ബാൽസഫോന് സമീപത്തുള്ള പീഹഹിരോത്തിൽ മിഗ്ദോലിനും കടലിനും മധ്യേ പാളയമിറങ്ങിയെന്ന് നിങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ ഫറവോന്റെ ഹൃദയത്തിനകത്തൊരു എക്സ്പെക്ടേഷൻ പൊങ്ങി വരിക. ഫറവോന്റെ ഹൃദയത്തിനകത്തൊരു പ്രഡിക്ഷൻ പൊങ്ങി വരിക. എന്താണ് ആ പ്രഡിക്ഷൻ എന്നറിയാമോ? ആ പ്രഡിക്ഷൻ ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു. അവൻ പറയുകയാണ്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ താനിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുകയാണ്, തൻ്റെ കയ്യിലുള്ള 600 വിശേഷ രഥങ്ങളോ തൻ്റെ പടജനവും രഥങ്ങളുമായി തന്നെ പിന്തുടർന്നാൽ ആ ഇസ്രായേലിനെ പിടിച്ച് അടിമയാക്കിക്കൊണ്ട് മടങ്ങി വരാമെന്ന്. മിസ്രൈമ്യ രാജാവായ ഫറവോന്റെ അകത്തൊരു എക്സ്പെക്ടേഷൻ വന്നോ, തൻ്റെ വിശേഷമായ 600 രഥങ്ങളുണ്ടെങ്കിൽ 600,000 വരുന്ന ഇസ്രായേലിനെ പിടിച്ചു നിർത്താമെന്ന്. മണ്ട, നിന്റെ മനസ്സിനകത്ത് ആരായി എക്സ്പെക്ടേഷൻ തന്നത്? ഞാൻ പറയും, ദൈവം അനുവദിച്ചത്. ഇസ്രായേലിനെതിരെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായി. പിൽക്കാലത്ത് മിരിയാം തപ്പെടുത്ത് പാടുമ്പോൾ ഈ ഫറവോന്റെ എക്സ്പെക്ടേഷനെ ആരാധിക്കുകയാണ്. എന്താണ് എക്സ്പെക്ടേഷനെ ആരാധിച്ചത്? ഞാൻ തുടരോ, പിന്തുടരോ, പിടിക്കും, കൊള്ള പങ്കിടോ.
ഫറവോന്റെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ മിരിയാമിന്റെ ആരാധനയായി മാറി. ഫറവോന്റെ എക്സ്പെക്ടേഷനുകൾ ഇപ്പോൾ മിരിയാമിന്റെ പാട്ടിനകത്ത് കയറി. എന്താ കാരണമെന്നറിയാമോ? 600 വിശേഷ രഥങ്ങൾ കൊണ്ട് 600,000 വരുന്ന ഇസ്രായേലിനെ പിടിപ്പാൻ തക്കവണ്ണം പുറപ്പെട്ട മിസ്രൈമ്യ രാജാവിനെയും പടജനത്തെയോ ചെങ്കടലിന്റെ ആഴങ്ങളിൽ തള്ളിയിട്ടോ. ഇന്നൊരു പകൽക്കാലം ഞാൻ ചോദിക്കുകയാണ്, ഫറവോനെ നീ എങ്ങനെയാ ചെങ്കടലിൽ മുങ്ങിച്ചത്തത്? അവൻ പറയോ, എനിക്ക് ഇസ്രായേലിനെ കുറിച്ച് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഇസ്രായേലിനെ കുറിച്ച് ചില പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ പ്രഡിക്ഷനകത്താണ് എനിക്ക് തെറ്റിപ്പോയത്. ഇസ്രായേൽ ചെങ്കടലിന്റെ നടുവിൽ കൂടെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും അങ്ങനെ പോകാമെന്ന്. എൻ്റെ പ്രഡിക്ഷനുകൾ തെറ്റി. ഇന്ന് പകൽക്കാലം നിനക്കെതിരായ ചില പ്രഡിക്ഷനുകൾ ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം അവന്റെ പ്രഡിക്ഷനകത്താണ് ദൈവം അവനെ തകർക്കാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം നിനക്കെതിരായ ചില പ്രഡിക്ഷനുകൾ നിന്റെ ശത്രു തകരുവാൻ കാരണമായി തീരും. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയിലല്ല, നിന്റെ ഉപവാസത്തിലല്ല, നിന്റെ ആലോചനയിലല്ല, അവന്റെ പ്രഡിക്ഷനകത്ത്, അവന്റെ എക്സ്പെക്ടേഷനകത്ത് തന്നെ അവൻ തകർന്നു പോകും. ഹോലി സ്പിരിറ്റ്. ഫറവോന്റെ എക്സ്പെക്ടേഷനുകൾക്ക് സ്തോത്രം. കാരണം ഫറവോന്റെ എക്സ്പെക്ടേഷനകത്താണ് ഫറവോൻ ചെങ്കടലിൽ തകർന്നത്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണോ, നിനക്കെതിരായ പൈശാചിക, നിനക്കെതിരായ തെറ്റായ എക്സ്പെക്ടേഷനുകളാണ് നിന്റെ മുൻപാകെ ശത്രു തകരാൻ കാരണമാകുന്നത്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ഇന്ന് പകൽക്കാലം നിനക്കെതിരായ എക്സ്പെക്ടേഷനുകളിൽ നിന്റെ ശത്രു തകരും. ഞാൻ ഒന്നാമത്തെ ഭാഗം പറയുന്നു, നിനക്കെതിരായ എക്സ്പെക്ടേഷനുകളിൽ നിന്റെ ശത്രു തകരും. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കയറുകയാണ്. നിനക്കെതിരായ ശത്രുവിൻ്റെ എക്സ്പെക്ടേഷനുകൾ നിനക്കൊരു ബ്ലെസ്സിംഗ് ആയി മാറ്റപ്പെടോ. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ, എനിക്കെതിരായ ശത്രുവിൻ്റെ എക്സ്പെക്ടേഷനുകൾ എനിക്കൊരു ബ്ലെസ്സിംഗ് ആയി മാറ്റപ്പെടോ. നിനക്കെതിരായ ചില പ്രഡിക്ഷനുകൾ അതാണ് നിന്റെ അനുഗ്രഹമാകാൻ പോകുന്നത്. ഞാൻ ശൗലിൻ്റെ ജീവിതത്തിലേക്കും ദാവീദിൻ്റെ ജീവിതത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 17-ാം അധ്യായത്തിൽ ഏലാത്താഴ്വരയിൽ വെച്ച് സകല ഇസ്രായേലും കേൾക്കെ ശൗൽ ഒരു വാക്ക് പറഞ്ഞു, ഫെലിസ്ത്യനെ കൊല്ലുന്നവന് ഞാൻ എൻ്റെ മകളെ കൊടുക്കുമെന്ന്. പക്ഷേ ശൗല് വാക്ക് മാറ്റി മേരബിനെ എന്ത് ചെയ്തില്ലെന്നറിയാമോ? ദാവീദിന് കൊടുത്തില്ല. മേരബിനെ വേറൊരുത്തിന് കൊടുത്തോ. പിന്നീട് സംഭവിച്ചത് ഞാൻ മറ്റൊരു സമയത്തിൽ പറയാം. മേരബിന് ലഭിച്ച 5 പുത്രന്മാരുടെ ചരിത്രം അത് ഞാൻ മറ്റൊരിക്കൽ പഠിപ്പിക്കാം. സ്തോത്ര. എന്നാൽ അതിനപ്പുറമായിട്ട് മേരബിനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടോ ഈ ദാവീദിനോടുള്ള പകയടങ്ങാത്ത ഈ ശൗല് അടുത്ത ഒരു പദ്ധതി ഇട്ടോ. എന്താണെന്നറിയാമോ? തൻ്റെ മകൾ മീഖളിനെ ദാവീദിന് കെട്ടിച്ചു കൊടുക്കണം. മീഖളിനെ ശൗലിന് നന്നായിട്ടറിയാം. ഇളയ മകളായതുകൊണ്ട് അപ്പനോട് കടുത്ത സ്നേഹമുണ്ട്. മാത്രമല്ല ഇളയ പുള്ളിയായത് കാരണം അല്പം കുശാഗ്ര ബുദ്ധി കൂടുതലാണ്. ആകയാൽ മീഖളിനെ ദാവീദിന് കെട്ടിച്ചു കൊടുക്കുമ്പോൾ, മേരബിനെ കെട്ടിച്ചു കൊടുക്കാതെ മീഖളിനെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ശൗലിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. മേരബ് കടിഞ്ഞു പൊട്ട, അവക്ക് പണി കൊടുക്കാൻ അറിയത്തില്ല, അവക്ക് തന്ത്രം മെനയാൻ അറിയത്തില്ല. മീകൾ ഇളയവൾ കുശാഗ്ര ബുദ്ധിക്കാരിയാ, അതുകൊണ്ട് അവളെ വിട്ടാൽ പണി നടക്കുമെന്ന് പറഞ്ഞു. ശൗൽ മീഖളിനെ ദാവീദിന് കൊടുത്തു. മീഖളിനെ ദാവീദിന് കെട്ടിച്ചു കൊടുക്കുമ്പോൾ ശൗലിൻ്റെ മനസ്സിനകത്ത് 2 എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, വിവാഹ നിശ്ചയത്തിൽ കൂടെ ഒരു എക്സ്പെക്ടേഷൻ. 2, വിവാഹത്തിൽ കൂടെ ഒരു എക്സ്പെക്ടേഷൻ. എന്താണ് വിവാഹ നിശ്ചയത്തിൽ കൂടെയുള്ള എക്സ്പെക്ടേഷൻ? 1 ശമൂവേൽ 18:21 അവിടെ പറയുകയാണ്, അവനൊരു കണിയായിരിക്കേണ്ടതിന്, ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴേണ്ടതിന്. അപ്പോൾ പറയുകയാണ്, മീഖളിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇവൻ ഒരുത്തൻ തനിയെ ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മത്തിന് പോകോ. ഫെലിസ്ത്യർ ഇവളെ കെട്ടണമെന്ന് പറഞ്ഞ് ഇവൻ പോകുന്ന വഴിയിൽ തന്നെ എന്തോ ചെയ്യോ, ഇവൻ ചത്തുപോകോ. ആമേൻ. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, മീഖളിനെ വിവാഹം കഴിക്കുവാൻ പോകുമ്പോൾ ഫെലിസ്ത്യരുടെ കൈയാൽ ദാവീദ് തകർക്കപ്പെടുമെന്ന് വെറുതെ സ്വപ്നം കണ്ട ശൗൽ യാഥാർത്ഥ്യം കണ്ടപ്പോൾ 100 അഗ്രചർമ്മവുമായി മടങ്ങി വന്ന ദാവീദിനെയാണ് കണ്ടത്. അവിടെ ശൗലിൻ്റെ 1ാമത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം നീ പരാജയപ്പെടുമെന്ന് പറഞ്ഞ യുദ്ധത്തിൽ നീ ജയിച്ചു മടങ്ങി വരോ, അത് ശത്രുവിൻ്റെ മുൻപാകെ ഒരു അടയാളമായിരിക്കും. ശത്രുവിനൊരു എക്സ്പെക്ടേഷൻ
എക്സ്പെക്ടേഷൻ ഉണ്ട്, ശൗലിനൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഇങ്ങനെയാണ്: നീ ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടോ, നീ പാപവുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടോ, ഈ രോഗവുമായുള്ള യുദ്ധത്തിൽ നീ പരാജയപ്പെടോ, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നീ തകർന്നു പോകോ. ഇതൊക്കെ അവന്റെ പ്രതീക്ഷയാണ്. പക്ഷെ ദാവീദ് ഫെലിസ്ത്യ അഗ്രചർമ്മവുമായി മടങ്ങി വന്നോ. രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: മീഖൾ അവനൊരു കെണിയായിരിക്കോ. ദാവീദേ, നീ ഇന്ന് ഇവളെ കെട്ടിക്കൊണ്ട് പൊക്കോ, പക്ഷേ ഇവളായിരിക്കും നിന്റെ കെണി. 18-ാം അധ്യായത്തിൽ കെണി എക്സ്പെക്ട് ചെയ്ത, കെണി പ്രഡിക്റ്റ് ചെയ്ത ശൗല് 19-ാം അധ്യായത്തിൽ കെണി വെച്ചു. എന്താണ് കെണി വെച്ചതെന്നറിയാമോ? ശൗല് ദാവീദിനെ പിടിക്കാൻ തക്കവണ്ണം പദ്ധതി ഇട്ടോ. പക്ഷേ ശൗലിന്റെ വീട്ടിൽ കൂടെ കൂടെ കയറി ഇറങ്ങുന്ന മീകള് അപ്പന്റെ മനസ്സ് വായിച്ചോ. അപ്പന്റെ മനസ്സ് വായിച്ചിട്ട് അവൾ വന്ന് ഒന്നാമത് എക്സ്പെക്ടേഷൻ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞോ, നിനക്കെതിരെ അപ്പൻ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ദാവീദേ, നിനക്കെതിരെ ശൗല് ഗൂഢാലോചന നടത്തുന്നെന്ന് ഏത് ദൂതനാവെന്ന് പറഞ്ഞത്, ഏത് പ്രവാചകനാവെന്ന് പറഞ്ഞത്? ദാവീദ് പറയുക, ഒരു പ്രവാചകനും ദൂതനുമല്ല വന്ന് പറഞ്ഞത്. എനിക്ക് കെണിവെച്ച് ഒരു പെങ്കൊച്ചുണ്ട് എൻ്റെ കൂടെ, എനിക്കെതിരെ എക്സ്പെക്ടേഷനോടുകൂടെ എനിക്ക് പണി തരാൻ എൻ്റെ കൂടെ പറഞ്ഞു വിട്ട ഒരുത്തിയുണ്ട്. അവളാ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് എനിക്കൊരു കെണി ഒരുങ്ങുന്നത്. നിനക്ക് കെണി വെച്ചവൾ നിനക്ക് കെണിയായി തീരുമെന്ന് പറഞ്ഞവൾ നിനക്കുള്ള കെണിയെ പറഞ്ഞു തരോ. എന്നിട്ട് തലേ രാത്രി ദാവീദിന്റെ അടുക്കൽ പറഞ്ഞോ, ദാവീദ് നീ ഇവിടെ നിൽക്കരുത്. കണ്ടോ, ശൗല് വരുമ്പോൾ മീഖൾ ദാവീദിന് വഴി തുറക്കുകയാണ്. 19-ാം അധ്യായത്തിന്റെ 11 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ വാക്യം പ്രതി വാക്യമായി ശ്രദ്ധിച്ചു നോക്കിക്കോ. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യയായ മീഖൾ അവനോട് ഇപ്പോൾ ശൗലിന്റെ മകളായ മീഖളുടെ അഡ്രസ് മാറി ദാവീദിന്റെ ഭാര്യയായി തീർന്നോ. നിനക്ക് വെച്ച കെണി നിനക്ക് ഫേവർ ആകുമെന്ന്. ആമേൻ. അവന്റെ എക്സ്പെക്ടേഷൻ തിരിഞ്ഞുകൊത്തുമെന്ന് ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എനിക്ക് വെച്ച കെണി എനിക്കൊരു ബ്ലെസ്സിങ് ആയി മാറ്റപ്പെടോ. എനിക്ക് വെച്ച കെണി എനിക്കൊരു ബ്ലെസ്സിങ് ആയി മാറ്റപ്പെടോ. അതുകൊണ്ടാണ് പിന്നീട് ദാവീദ് പറഞ്ഞത്, ആമേ, ശൗല് മോളെ വെച്ച് എനിക്ക് കെണി വെച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ശൗലിന്റെ കുടുംബത്തിലെ ശിമയുടെ ശാപം, ശൗലിന്റെ കെണി എനിക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ ശൗലിന്റെ ശിമയുടെ പ്രാക്കും എനിക്ക് അനുഗ്രഹമായി തീരും. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം നിനക്കെതിരെയുള്ള റോങ് എക്സ്പെക്ടേഷനുകളെ, നിനക്കെതിരെയുള്ള റോങ് ഇന്റൻഷനുകളെ, നിനക്കെതിരെയുള്ള റോങ് പ്രഡിക്ഷനുകളെ നിനക്കൊരു ബ്ലെസ്സിങ് ആക്കി തീർക്കാം. ദാവീദിനെ പറഞ്ഞു വിട്ടോ. ദാവീദിനെ കിളിവാതിൽ വഴി രാത്രി ഇറക്കി വിട്ടിട്ട് മീഖൾ എന്ത് ചെയ്തെന്നറിയാമോ? മീഖൾ ഒരു ബിംബമെടുത്ത് കട്ടിലേക്ക് കിടത്തി, കോലാട്ടുരോമം തലയിൽ വെച്ചിട്ട് ഒരു പുതപ്പെടുത്ത് മൂടിയിട്ടോ. എന്നിട്ട് ദൂതന്മാര് വന്നപ്പോ പറഞ്ഞോ, അച്ചായം ഭയങ്കര പനിയാ, അമ്മേ അകത്തോട്ട് കയറണ്ട, ചിലപ്പോൾ നിങ്ങൾക്കും പനി പിടിക്കുമെന്ന്. ദൂരത്ത് നിന്ന് പനി പിടിച്ച് കിടക്കുന്ന ദാവീദിനെ കണ്ടിട്ട് അവരവരുടെ വഴിക്ക് പോയി. ശൗലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ദാവീദ് പനി പിടിച്ച് കിടക്കുകയാണെന്ന് ചേച്ചി പറഞ്ഞു, ഞങ്ങൾ കണ്ടപ്പോൾ സത്യമാണെന്ന്. ശൗലിന്റെ ഭ്രാന്തിനകത്ത് ശൗല് പറഞ്ഞു, കുഴപ്പമില്ല, കിടക്കയോടെ ഇനി എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു. കിടക്കയോടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ശൗല് മനസ്സിൽ ചിന്തിച്ചു കാണോ, പനി കൂടുതലാ, ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ മരുന്ന് മാറ്റി കുത്തി ഇവിടെ വെച്ച് തട്ടിക്കളയാ, എന്നിട്ട് പറയാ ആള് പനി കൂടി ചത്തതാണെന്ന് പറയാ. അമ്മേ, ദൂതന്മാര് ചെന്നിട്ട് പറഞ്ഞോ, മീഖളിന്റെ അടുക്കൽ പറഞ്ഞോ, പപ്പ പറഞ്ഞു മോനെ അങ്ങ് കൊണ്ടുചെന്നേര്, സൂപ്പർ സ്പെഷ്യാലിറ്റി പപ്പ നോക്കിക്കോളാന്ന്. മീഖളിങ്ങനെ ചഞ്ചലപ്പെട്ടിട്ട് പറഞ്ഞു എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞോ. ചെന്ന് നോക്കിയപ്പോ ദാവീദല്ല, ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലാതെ ഒരു ബിംബം തലയ്ക്ക് കോലാട്ട് രോമമായി കിടക്കുന്നു. അവര് എന്ന് പറഞ്ഞു, നീ വെച്ച കെണി നിനക്ക് തിരിച്ചു കിട്ടി ശൗലേ, നീ വെച്ച പണി നിനക്ക് തിരിച്ചു കിട്ടി. ഇന്ന് പകൽ നീ ഒരു അഭിഷക്തനാണോ, നീ ഒരു ആരാധിക്കുന്നവനാണോ, നീ ഒരു പ്രാർത്ഥിക്കുന്നവനാണോ, നിനക്കെതിരായ പ്രഡിക്ഷനുകൾ നിനക്കൊരു ബ്ലെസ്സിങ് ആകോ, നിനക്ക് വെച്ച കെണി തിരികെ സംഭവിക്കാം. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിൽ ദാവീദ്
17 വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്ര, ശൗൽ മീകളിനോട് വിളിച്ചു ചോദിക്കുകയാണ്, മീകളെ നീ എന്താ ഇങ്ങനെ ചെയ്തത്? നീ ആയിരിക്കും ലോകോത്തര ഗണി എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തത്, പക്ഷെ നീ എന്താ ബൂമറാങ് പോലെ എനിക്ക് തിരിച്ചടിച്ചത്? അവൾ അടുത്ത വാക്യത്തിൽ കരുതി വെച്ച മറുപടി പറഞ്ഞു, അപ്പാ ഞാനിന്ന് ജീവനോടെ നിൽക്കുന്നതേ അപ്പന് പണി തന്നോണ്ട. സ്തോത്ര, ഇന്ന് പകൽ നീ തിരിച്ചറിയണം ദൈവവൈതലേ, നിനക്കെതിരായ ചില കെണികൾ ശത്രു വെക്കുമ്പോൾ നീ അധൈര്യപ്പെടരുത്. The Lord shall make it a blessing. ഇന്ന് പകൽക്കാലം അധരം തുറന്ന് പറഞ്ഞാട്ടെ, let the wrong predictions, let the wrong intentions, let the wrong expectations, let it be the blessing for me. എനിക്ക് എൻ്റെ തലമുറകൾക്ക് അതൊരു അനുഗ്രഹമായി തീരും. നിന്റെ പിള്ളേർക്ക് വെച്ച കെണി, നിന്റെ തലമുറകൾക്ക് വെച്ച റോങ് ഇന്റൻഷൻസ്, എക്സ്പെക്ടേഷൻസ്, ഇന്ന് ഈ പ്രാർത്ഥനയുടെ നടുവിൽ, ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ദൈവം അതിനെ ഒരു ബ്ലെസ്സിംഗ് ആക്കി മാറ്റുന്നു. വിശ്വസിക്കാൻ കെൽപ്പുള്ളവർ മാത്രം കരമടിച്ച് 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 ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന്, നിനക്കെതിരായ ശത്രുവിൻ്റെ എക്സ്പെക്ടേഷനുകളിൽ അവൻ തകർന്നു പോകും. 2, നിനക്കെതിരായ എക്സ്പെക്ടേഷനുകളിൽ നീ അനുഗ്രഹിക്കപ്പെടും. 3, നിനക്കെതിരായ എക്സ്പെക്ടേഷനുകൾ നശിച്ചു പോകും. നിനക്കെതിരായ എക്സ്പെക്ടേഷനുകൾ നശിച്ചു പോകും. 112 സങ്കീർത്തനം 10 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. His desire shall be perished. അവന്റെ ആശ, അവന്റെ എക്സ്പെക്ടേഷൻ നശിച്ചു പോകുക. ആമേൻ. ഇന്ന് പകൽ എത്ര പേർ പറയുന്നു, നിന്നെ കുറിച്ച് ശത്രു ചിലതൊക്കെ ആശിക്കുന്നുണ്ട്, നിന്നെ കുറിച്ച് ചിലതൊക്കെ ശത്രു ആശിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ 112 സങ്കീർത്തനം 10 വാക്യം, അത് നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ ആശയിൽ നീ നശിച്ചു പോകത്തില്ല, അവന്റെ ആശ നശിച്ചു പോകുക. ഞാൻ പറയുന്ന സെന്റൻസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ദുഷ്ടന്റെ ആശയിൽ നിങ്ങൾ നശിച്ചു പോകത്തില്ല, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ഞാൻ ആവർത്തിക്കട്ടെ, ദുഷ്ടന്റെ ആശയിൽ നിങ്ങൾ നശിച്ചു പോകത്തില്ല, ദുഷ്ടന്റെ ആശ തന്നെ നശിച്ചു പോകും. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഒന്ന് കോളം വരച്ച് ബോൾഡായിട്ട് എഴുതിയിട്ടോ, ദുഷ്ടന്റെ ആശയിൽ ഞാൻ നശിച്ചു പോകത്തില്ല, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അപ്പോൾ ഞാൻ ചോദിക്കാം, എപ്പോഴാണ് ദുഷ്ടന് നിങ്ങളുടെ എതിരെ ചില എക്സ്പെക്ടേഷനുകൾ ഉണ്ടാകുന്നത്? എപ്പോഴാണ് ദുഷ്ടന് നിങ്ങൾക്കെതിരെ ചില ഡിസയറുകൾ ഉണ്ടാകുന്നത്? അതിന്റെ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 9 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി നിലനിൽക്കുന്നു, അവന്റെ കൊമ്പ് ഉയർന്നിരിക്കുന്നു. നീ ഒന്ന് മാന്യതയോടെ കൊമ്പ് ഉയർത്തുമ്പോൾ, നിനക്കൊരു ബഹുമാനം കിട്ടുമ്പോൾ, നീ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കാൻ തക്കവണ്ണം നീ ഒന്ന് ഫിനാൻഷ്യലി ബ്ലസ് ആകുമ്പോൾ, നീ ഒന്ന് നീതീകരിക്കപ്പെട്ട് നിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ, ചില ദുഷ്ട ആശകൾ നിനക്കെതിരെ വരും. ഞാൻ ഒറ്റ വാക്കിൽ അതിങ്ങനെ പറയോ, അസൂയയുടെ ആത്മാവ്, അസൂയ വരുത്തുന്നതായ എക്സ്പെക്ടേഷനുകൾ കണ്ടോ. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ്, പ്രോസ്പെരിറ്റി. ഇന്ന് പകൽ നിന്റെ പ്രോസ്പെരിറ്റിക്കെതിരെ ശത്രു ഉയർത്തുന്ന ചില എക്സ്പെക്ടേഷനുകൾ, നിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് നേരെയുള്ള ശത്രുവിന്റെ ചില ഡിസയറുകൾ, നിന്റെ ബഹുമാനത്തിന് നേരെ, നിനക്ക് ലഭിക്കുന്ന ഓണറിന് നേരെ, നിനക്ക് ലഭിക്കുന്ന മാന്യതയ്ക്കു നേരെ ശത്രു ഉയർത്തുന്ന ചില എക്സ്പെക്ടേഷനുകൾ, ആ ആശ നശിച്ചു പോകും. നിനക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്ങിനകത്ത്, നിനക്ക് ലഭിക്കുന്ന ഓണറിനകത്ത് ശത്രു ചിലതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പണി തരാൻ. അതിനകത്ത് നീ നശിക്കത്തില്ല, അവൻ നശിച്ചു പോകും. ഇന്ന് പകൽക്കാല ഉറപ്പുള്ള ദൈവജനം മാത്രം ഒരു നിമിഷം കരമടിച്ച് അന്യഭാഷകളിൽ ശബാൽ തുനീബനാം ജന പ്രമാശബ പ്രവർത്താനിയ. ഇന്ന് പകൽ ഞാൻ അതിനകത്ത് പാർട്ടിക്കുലാരിറ്റിയോടുകൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നു. നിന്റെ പ്രോസ്പെരിറ്റിക്കെതിരായ ചില എക്സ്പെക്ടേഷനുകൾ, നീ വീട് റിനോവേറ്റ് ചെയ്തപ്പോൾ, നീ പുതിയ വാഹനം മേടിച്ചപ്പോൾ, നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, നിന്റെ ഇൻകം വർദ്ധിച്ചുവെന്നറിഞ്ഞപ്പോൾ, നീ ചിലർക്കൊക്കെ വാരി വിതറി കൊടുത്തുവെന്നറിഞ്ഞപ്പോൾ,
നീ ചിലയിടങ്ങളിൽ ആദരിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ, നീ ചിലയിടങ്ങളിൽ ആദരിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ, നിന്റെ നീതി നിലനിൽക്കുന്നുവെന്ന്, നീ ഒരു പാപത്തിനകത്തും പെട്ടില്ലെന്ന്, നീ ഒരു ട്രാപ്പിനകത്തും പെട്ടില്ലെന്ന്